ഓക്കെ, പ്രീസലോ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പാസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം നമ്മുടെ സ്വഭാവ രൂപീകരണത്തെ കുറിച്ചുള്ളതാണ്. ഞാൻ എടുക്കുന്ന വിഷയം ദൈവവചനത്തിൽ നിന്ന് വേദശാസ്ത്ര സംബന്ധമായ ഒരു വിഷയമാണ്. പണ്ട് ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഈ 49 നിലയിലെത്താൻ പറ്റിയാൽ അത് ഒരു ചിറകാണ്, പക്ഷിയുടെ ഒരു ചിറകാണ്. ദൈവവചനം അല്ലെങ്കിൽ ഉപദേശത്തെ കുറിച്ചാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഉപദേശം എന്ന് പറയുന്നത് മറ്റേ ചിറകാണ്. ജീവിതവും ഉപദേശവും ഒരു പക്ഷിയുടെ 2 ചിറക് പോലെ. ഒന്നുകൊണ്ട് തന്നെ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ആ കാര്യം നമ്മൾ ഓർത്തിരിക്കണം. ഒരു പക്ഷിയുടെ 2 ചിറക് പോലെയാണ് ഉപദേശവും ജീവിതവും എന്ന് പറയുന്നത്. കേൾക്കുന്നുണ്ടല്ലോ? എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ അതുകൊണ്ട് രണ്ടിനും ഒരേ പ്രാധാന്യം ഉണ്ടെന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കും. ഞാൻ ഓർപ്പെടുത്തുന്നുള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതും വായിച്ചു നിർത്തിയതുമായ വേദഭാഗം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു. ആ വിഷയത്തിന്റെ പ്രാധാന്യത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് അടിസ്ഥാനപരമായി ചില റെഫറൻസുകളിലൂടെ പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ ആവശ്യകതയും ആധികാരികതയും തെളിയിക്കാൻ അത് ഓരോ വിശ്വാസികളിലും ഓരോ വ്യക്തികളിലും ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് പ്രേക്ഷിത പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ കർത്താവ് നമ്മളെ ഭരമേൽപ്പിച്ച ശുശ്രൂഷയിലെ ആത്മനിയോഗം എന്ന വിഷയമാണ്. അത് നിങ്ങൾ സുവിശേഷ വേലയിലെ ആത്മനിയോഗം എന്ന് ഒരു ഹെഡിങ് നിങ്ങൾക്ക് എഴുതാം. സുവിശേഷ വേലയിലെ ആത്മനിയോഗം. സുവിശേഷ വേലയിലെ ആത്മനിയോഗം ആണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിന് അപ്പോൾ തന്നെ നമ്മൾ വായിച്ച് നിർത്തിയ വേദഭാഗമുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിലെ 9 വരെയുള്ള വാക്യങ്ങൾ. 8-ാമത്തെ വാക്യം നമ്മൾ വായിച്ചത്. 9 തുടങ്ങിയുള്ള വാക്യങ്ങൾ വായിച്ചൊന്ന് വരണം. അതിന്റെ 17 വരെയുള്ള വാക്യങ്ങൾ പ്രധാനപ്പെട്ടാണ്. 9 തുടങ്ങി ജസ്റ്റ് ഒന്ന് വായിക്കാം. യേശു ഇത് പറഞ്ഞ ശേഷം അവർ കാൺകെ അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചക്ക് മറഞ്ഞു. അവൻ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്ന്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. ഇത് അവർ ഓക്കെ, ഒരു മിനിറ്റ്. ഇവിടെ 2 പേരാണ്. 2 പേരിൽ നിന്ന് ഇവരോട് പറയുകയാണ്. ഇപ്പം നോക്കണേ, യേശു ഇവരോട് പറഞ്ഞ കാര്യം തന്നെ വീണ്ടും ഈ 2 ദൂതന്മാർ പറയുകയാണ്. അതിന്റെ കാരണം യേശു ക്രിസ്തു വീണ്ടും വരുമെന്നുള്ള കാര്യം 2-ഓ 3-ഓ പേരുടെ വാമൊഴിയാൽ ഏത് കാര്യവും ഉറപ്പാക്കാം എന്നതിന്റെ ഒരു തെളിവും കൂടെയാണ്. കർത്താവ് പറഞ്ഞു, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലമുണ്ട്, ഒരുക്കി കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ ചേർക്കാൻ വീണ്ടും വരും. ഈ യേശു, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവിടുന്ന് വീണ്ടും വരും. അപ്പൊ 3 പേരുടെ വാമൊഴിയാൽ ആ വിഷയം ഉറപ്പാക്കപ്പെടുകയാണ്. അപ്പൊ ഇനി അതാണ് ഇവരുടെ പ്രത്യാശ. അതുകൊണ്ട് അവരെ ഇനി തൊട്ട് താഴത്തെ വാക്യം വായിച്ചു നോക്കുമ്പോൾ അവർ യെരൂശലേമിന് സമീപത്ത് ഒരു ശബ്ബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലീവ് മല വിട്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയാസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫായുടെ മകനായ യാക്കോബ്, ഇരുവുകാരനായ ശിമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഓർത്തിരിക്കാൻ വേണ്ടി പറയുകയാണ്. ഒന്ന്, യേശു ക്രിസ്തുവിന്റെ സഹോദരന്മാരെല്ലാവരും ഇപ്പോൾ കർത്താവ് തങ്ങളുടെ കുടുംബത്തിലെ മൂത്ത സഹോദരൻ
ദൈവപുത്രൻ തന്നെ ആയിരുന്നു എന്ന് അംഗീകരിച്ചത് ഈ യേശുവിന്റെ മരണത്തിന് ശേഷമാണ്. ആ സമയത്താണ് ഇവർ വിശ്വാസത്തിൽ വരുന്നതെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടെന്ന് പറയാം. അവർക്കത് മനസ്സിലായി ഇതെല്ലാം കണ്ടും കേട്ടും കഴിഞ്ഞപ്പോൾ. 2, യേശുവിന്റെ അമ്മയും ഇപ്പോൾ ഈ അപ്പോസ്തലന്മാരുടെ കൂടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവരെല്ലാവരും കർത്താവ് തെരഞ്ഞെടുത്തവരൊക്കെ സുവിശേഷ വേലയിൽ ഇവരുടെ സ്ത്രീകളോടും കുട്ടികളോടും ഇവര് കുടുംബസ്ഥരായിരുന്നു എന്നതിന്റെ ഒരു തെളിവും കൂടെയാണത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾ പറഞ്ഞ പോലെ ആരോ ഒന്നൊരു പാസ്റ്റർ അല്ലെ ഡാർലിയൊക്കെ പറഞ്ഞ പോലെ ഞാൻ ആ ടെസ്റ്റിമണി അല്ല, എന്നോട് ചോദിച്ച ചില ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതാണ്. അപ്പൊ അതിലവർ ചോദിച്ചത് പ്രേക്ഷിത വേലയ്ക്ക് വിവാഹ ജീവിതം തടസ്സമാണോ എന്നൊരു ചോദ്യം അവർ ഉന്നയിച്ചായിരുന്നു ആ ചാനലുകാരൻ. അപ്പൊ ഞാൻ ആ കാര്യം തെളിയിച്ചവരോട് പറഞ്ഞു അത് തടസ്സമല്ല, പ്രേക്ഷിത വേലയ്ക്ക് കുടുംബജീവിതമാണ് സഹായകം എന്നതിനെ കുറിച്ച് പറഞ്ഞപ്പം ഈ ഒരു ഭാഗം കൂടെ നമുക്കത് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് ചില ക്രിസ്തീയ സമുദായങ്ങൾ പ്രേക്ഷിത വേല ചെയ്യണമെങ്കിൽ കുടുംബജീവിതം പാടില്ല എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. അപ്പൊ അപ്പോസ്തലന്മാര്, പ്രത്യേകിച്ച് പത്രോസിന്റെ അമ്മായിയമ്മ എന്ന് തന്നെ എടുത്തു പറയുന്നുണ്ട്, അപ്പോസ്തലന്മാർ അവരുടെ ഭാര്യമാരോടും അവരുടെ സ്ത്രീകളോടും കുഞ്ഞുങ്ങളോടും ഒക്കെ കൂടി ചേർന്നിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. മർക്കോസിന്റെ മാളികവറിൽ ഇവര് ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. ഓക്കെ, താഴോട്ട് വായിക്കാം. ആ കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്, സഹോദരന്മാരായ പുരുഷന്മാരെ, യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യൂദയെ കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം മുൻപറഞ്ഞ തിരുവഴുത്തിനെ നിവർത്തി വരുവാൻ ആവശ്യമായിരുന്നു. അവൻ ഞങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെട്ടവനായി ഈ ശുശ്രൂഷയിൽ പങ്ക് ലഭിച്ചിരുന്നുവല്ലോ. അവൻ അനീതിയുടെ കൂലി കൊണ്ട് ഒരു നിലം മേടിച്ച് തലകീഴായി വീണ് നടുവെ പിളർന്ന് അവന്റെ കുടലെല്ലാം തുറിച്ചുപോയി. അത് യെരൂശലേമിൽ പാർക്കുന്ന എല്ലാവരും അറിഞ്ഞതാകൊണ്ട് ആ നിലത്തിന് അവരുടെ ഭാഷയിൽ രക്തനിലം എന്നർത്ഥമുള്ള അക്കൽദാമ എന്ന പേർ ആയി. ഈ വിഷയത്തെ കുറിച്ച് നമ്മൾ ഒന്ന് പാസ്റ്റ് പറഞ്ഞ പോലെ തറോനസ്, സമഗ്രമായ ഒരു പഠനം, സമഗ്രമായ ഒരു അറിവ് നമുക്കുണ്ടായിരിക്കണം. ഇവിടെ പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കുകയും നമ്മളൊക്കെ കൂടുതൽ പരിഭവിക്കുകയും ഭാരപ്പെടുകയും ചെയ്യുന്ന ഒരു വിഷയമാണ് ചില വ്യക്തികളുടെ സാക്ഷ്യമില്ലാത്ത, മാതൃകയില്ലാത്ത ജീവിതം നമ്മളെയും സഭാപ്രവർത്തനങ്ങളെയൊക്കെ തടസ്സപ്പെടുത്തുന്നു എന്ന് ഏറ്റവും കൂടുതൽ സുവിശേഷത്തിന് തടസ്സമായി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഉന്നയിക്കുന്ന ഒരു കാര്യം മാതൃകയില്ലാത്ത പലരുടെയും ജീവിതമാണെന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഈ പരിശുദ്ധാത്മാ അഭിഷേകം വന്നു കഴിയുമ്പോൾ ഇത്തരം ചില സംഭവങ്ങൾ പോലും ഒരിക്കലും ആരും ചോദ്യം ചെയ്യാത്ത നിലയിൽ അതിനെ തുടച്ചു മാറ്റുവാൻ ഈ അഭിഷേകത്തിന്റെ ശക്തിക്ക് കഴിയും. 2-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് ഈ വിഷയം നിങ്ങൾക്ക് മനസ്സിലാവും. 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നു. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരികയാണ്. അവരെല്ലാവരും അന്യഭാഷകളിൽ സംസാരിച്ചു. നമ്മളത് പഠിക്കാൻ പോകുന്നു. അവിടെ ഇവര് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവരെല്ലാവരും ഗലീലക്കാരല്ലയോ? പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ നാം എല്ലാവരും പിന്നെ ഒറ്റ പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മുടെ പേര് മാറും, അഡ്രസ്സ് മാറും. ഇവിടെ മുക്കുവനാണെന്നുള്ള പ്രശ്നമില്ല, ഇവിടെ ചുങ്കക്കാരനായിരുന്നു എന്നുള്ള പ്രശ്നമില്ല. അവർ ഇതിനു മുമ്പ് എന്ത് തൊഴിൽ ചെയ്തോ ആ തൊഴിലിന്റെ പേരിലല്ല ഇപ്പോൾ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്ന ഇസ്കറിയാത്ത യൂദ, അപ്പോസ്തോലനായിരുന്ന ഇസ്കറിയാത്ത യൂദ, അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തി വരെയൊക്കെ ചെയ്ത് കർത്താവിന്റെ ശുശ്രൂഷ തികച്ച ഈ ഇസ്കറിയാത്ത യൂദ തലകീഴായി വീണ് നടുവെ പിളർന്ന് ഉടലെല്ലാം തുറിച്ചു പോയ കാര്യം യെരൂശലേമിൽ എല്ലാവർക്കും അറിവുള്ളതാണ്. ഇത് പരസ്യമായ ഒരു കാര്യമാണ്. അവിടെയുള്ള എല്ലാവരും അറിഞ്ഞു. ഈ യൂദ ആരായിരുന്നു എന്നും അറിഞ്ഞു, യൂദായ്ക്ക് എന്ത് സംഭവിച്ചു എന്നും അറിഞ്ഞു. യൂദായുടെ ജീവിതത്തിലുണ്ടായ ഈ പരാജയവും യൂദായുടെ ജീവിതത്തിലുണ്ടായ അമാതൃകയായി തന്റെ ജീവിതവും തന്റെ ജീവിതാവസാനവും യെരൂശലേം മുഴുവൻ അറിഞ്ഞിട്ടും സുവിശേഷ വേലയ്ക്കോ ആദിമസഭയ്ക്ക് പ്രവർത്തിക്കുന്നതിനോ ഒരിക്കലും യൂദായുടെ വിഷയം ഒരു തടസ്സമേ ആയിരുന്നിട്ടില്ല. തെളിവ്, ഈ 28 അധ്യായം നിങ്ങൾ പഠിച്ചാലും സമൂഹത്തിൽ നിന്നോ യെരൂശലേമിൽ നിന്നോ യഹൂദന്മാരുടെ ഇടയിൽ നിന്നോ പരീശന്മാരുടെ ഇടയിൽ നിന്നോ ശാസ്ത്രിമാര്, നിയമജ്ഞര്, സാധാരണക്കാരുടെ ഇടയിൽ നിന്നോ ഒരൊറ്റ വ്യക്തി പോലും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു യൂദായല്ലേ
അപ്പോസ്തോലനായിരുന്നിട്ട് കെട്ടിത്തൂങ്ങി ചത്ത ഒരാളില്ലേ എന്ന് ഒരാൾ പോലും ചോദിച്ചിട്ടില്ല. ചോദിക്കാൻ കഴിയാത്ത നിലയിൽ അപ്പോസ്തോലന്മാരെ കർത്താവ് തന്റെ അഭിഷേകത്താൽ നിറയ്ക്കുകയും ഉയർത്തുകയും ചെയ്തു. അതുകൊണ്ട് ആരുടെയെങ്കിലും ജീവിതത്തിലുണ്ടായ കുറവുകൾ, നിങ്ങളുടെ ദേശത്തുള്ള ആരുടെയെങ്കിലും ചില തടസ്സങ്ങൾ, സാക്ഷ്യമല്ലാത്ത ജീവിതങ്ങൾ സുവിശേഷ വേലയ്ക്ക് തടസ്സമാണ് എന്ന് നമ്മളുടെ മനസ്സിൽ കൂടെ കൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവല്ല, അത് വേലയ്ക്ക് തടസ്സമായി നിൽക്കുന്ന അന്ധകാര ശക്തിയുടെ ആത്മാവിൽ നിന്ന് വരുന്ന ചിന്തയാണ് എന്ന് ഓരോ ലീഡേഴ്സും തിരിച്ചറിയണം. പാസ്റ്റർ പറഞ്ഞതിനകത്തൊരു കാര്യം, സെക്യൂരിറ്റി, ഈ സെക്യൂരിറ്റി ആൻഡ് ഇൻസെക്യൂരിറ്റി ഉണ്ട്. എന്റെ ശുശ്രൂഷയിൽ തന്നെ എനിക്കൊരു സെക്യൂരിറ്റി തോന്നുന്നില്ല, എനിക്കൊരു ഉറപ്പ് തോന്നുന്നില്ല, എനിക്കൊരു ധൈര്യം തോന്നാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ഒരിക്കലും ധൈര്യമായി മറ്റുള്ള ആളോട് പറയാൻ പറ്റത്തില്ല. വിളിയും തെരഞ്ഞെടുപ്പ് എന്നൊരു വിഷയം നമ്മൾ പഠിച്ചതോ ഞാൻ ഓർക്കുന്നില്ല, ഇല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നൊരു വിഷയമാണ്. ഞാൻ ആരാണ്, എന്നിൽ ഏൽപ്പിച്ച ശുശ്രൂഷ ഭരമേൽപ്പിച്ചത് ആരാണ് എന്നുള്ള ഉത്തമമായ ബോധ്യം ഓരോ ലീഡേഴ്സിനും ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇസ്കറിയാത്ത യൂദായിക്ക് സംഭവിച്ച അത്രയും ഒരു പ്രശ്നം, ആ നിലയിൽ ജീവിത നിലവാരം തകർന്ന ഒരു വ്യക്തിയെ ഇനി നിങ്ങൾ ഒരിക്കലും കാണുകയില്ല. ദ്രവ്യാഗ്രഹം ഉള്ള പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്, കാണുകയും ചെയ്യും. പക്ഷേ സ്വന്തം ഗുരുവിന് വെറും 30 വെള്ളിക്കാശിന് ഒറ്റ കൊടുത്ത് ആ പൈസ കൂടെ മേടിക്കുകയും, കർത്താവ് സകലജ്ഞാനിയും സർവജ്ഞാനിയും ആരംഭത്തിലെ അവസാനം അറിയുന്ന സകലതും അറിയാവുന്ന ഹൃദയത്തിന്റെ ചിന്ത പോലും അറിഞ്ഞ് സംസാരിച്ചു കൊണ്ടിരുന്ന യേശു ക്രിസ്തുവിന്റെ കൂടെ നിന്ന് കർത്താവിന് കൊടുത്തതിൽ നിന്ന് എടുത്തു വന്നിരുന്ന യൂദ, അതും വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ 11-12 പേരിൽ എണ്ണപ്പെട്ട ഒരുവൻ പത്രോസിൽ പങ്കുള്ളവനും എണ്ണപ്പെട്ടവനുമായിരുന്നു. അതുകൊണ്ട് ഒരു കാര്യത്തിൽ ദൈവമക്കൾ ഉറപ്പും ധൈര്യം ഉള്ളവരായിരിക്കണം. ഈ കാലഘട്ടത്തിൽ ലോകത്തിലെ മറ്റാരുടെയും കുറവ്, ആരുടെ മാതൃകയില്ലാത്ത ജീവിതവും എന്നെയും നിങ്ങളെയും ഉപയോഗിക്കുന്നതിന് ഒരു തടസ്സമേ അല്ല. ആ കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി കൂടി മാത്രമാണ്. ഇനി കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ട് ഞാൻ അതിനു മുമ്പ് ഗലീലയ്ക്ക് പോകുമെന്ന് പറഞ്ഞു. ഓക്കെ, അവരുടെ നാട്ടിൽ വെച്ച്, അതാണ് ഗലീല പുരുഷന്മാരെ, അവരുടെ സ്വന്തം സ്ഥലത്ത് അവർക്കുണ്ടായ അപമാനത്തെ മാറ്റാൻ വേണ്ടി തന്നെയാണ് യേശു ക്രിസ്തു ഗലീലയിൽ വെച്ച് വീണ്ടും സംസാരിച്ചതും അവർ കൂടിയിരുന്നിടത്ത് വെച്ച് അവർക്ക് പരിശുദ്ധാത്മാഭിഷേകം നൽകിയത്. ഓക്കെ, ആ കാര്യം ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ, പരിശുദ്ധാത്മ ശക്തിയാൽ ഇന്നത്തെ ദൈവമക്കൾ അല്ലെങ്കിൽ ലീഡേഴ്സ് നിറയപ്പെട്ടവരായി മാറിക്കഴിഞ്ഞാൽ ലോകത്തിൽ ഇന്ന് വരെയും ഈ നിമിഷം വരെയും സുവിശേഷത്തിനെതിരെ ഉണ്ടായിട്ടുള്ള ഏത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെയും ഒരൊറ്റ വ്യക്തിയിൽ നിന്ന് പോലും പുറത്തു വരാതെ വണ്ണം നമ്മളെ ചരിത്രങ്ങളെ മാറ്റി എഴുതുവാൻ ഈ അഭിഷേകത്തിന് കഴിയും എന്നുള്ള കാര്യവും നമ്മൾ ഓർത്തിരിക്കണം. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവരാരും ചോദിച്ചില്ല, ഇവരുടെ കൂട്ടത്തിൽ എന്തൊക്കെയാണെങ്കിലും ഇവരുടെ കൂട്ടത്തിൽ ഒരാൾ തൂങ്ങിച്ചത്തയാളല്ലേ എന്ന് ഒരാൾ പോലും അവിടെ ചോദിച്ചില്ല. അവർ ചോദിച്ച 2-ാം അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്, ഇവരൊക്കെ ഗലീലക്കാരല്ലേ, ഇവർ പിന്നെ എങ്ങനെയാണ് ഇവർ ഓരോരുത്തരും താൻ നമ്മുടെ ജന്മഭാഷയിൽ നമ്മുടെ ഭാഷയിൽ ഇവർ സംസാരിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ച് ആശ്ചര്യപ്പെട്ടു. അതുകൊണ്ട് വീണ്ടും ഞാൻ പറയുന്നു, ഈ നിമിഷം വരെ, നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഈ നിമിഷം വരെ സുവിശേഷത്തിന് തടസ്സമാകി നിങ്ങൾ കാണുന്ന ഏത് സാഹചര്യത്തെയും, ഏത് വിഷയത്തെയും, ഏത് വ്യക്തിയിലൂടെ ഉണ്ടായ പ്രശ്നത്തെയും ഒറ്റ നിമിഷം കൊണ്ട് മനുഷ്യ ഹൃദയങ്ങളിൽ നിന്ന് തുടച്ചു മാറ്റുവാൻ ചൂഷണത്തിന്റെയും ഭോഷ്കിന്റെയും അധരങ്ങളെ അടയ്ക്കുവാൻ ഈ ആത്മനിയോഗത്തിൽ ആത്മശക്തിയിൽ കഴിയും എന്നുള്ള വിഷയത്തിൽ ദൈവമക്കൾ ഉറപ്പുള്ളവരായിരിക്കണം, ധൈര്യമുള്ളവരായിരിക്കണം. നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ അപ്പോസ്തലന്മാർ ചെയ്തതുപോലെ ചെയ്യാം. ഇതിലും വലിയൊരു ഇഷ്യൂ ഒന്നും നമുക്ക് വരില്ല ദൈവമക്കളെ. അന്നുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഇനി വരില്ല. അന്നുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ വലിയൊരു പ്രശ്നം നമ്മൾക്ക് നേരിടേണ്ടതായിട്ട് വരത്തില്ല. അതുകൊണ്ട് ഇതൊന്നും പറഞ്ഞ് സമയങ്ങൾ കളയരുത്. ഇതൊക്കെ ഓരോ സാധാന്യ തന്ത്രങ്ങളാണ്. സോ ഉറപ്പുള്ളവരായിട്ട് ഇരുട്ടിനെ പകയ്ക്കുന്നതിനേക്കാൾ ഭേദമായിട്ട്
സി അതുപോലെ തന്നെ സുവിശേഷത്തിനുണ്ടാകാൻ സാധ്യതയുള്ള തടസ്സങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ച് പറഞ്ഞ് സംസാരിക്കുന്ന ശൈലിയെ ഉപേക്ഷിച്ചിട്ട് വിജയകരമായി സുവിശേഷ വേല തികച്ച ഭക്തന്മാരെ കുറിച്ച് സംസാരിക്കുക. ഞാൻ ഇന്നത്തെ എൻ്റെ സ്റ്റാറ്റസിൽ ഇടുന്നത് എല്ലാ ദിവസവും ഓരോ മെസ്സേജുകൾ ഇടാറുണ്ട്. അത് ലീഡർഷിപ്പ് ട്രെയിനിങ്ങിനോടുള്ള ബന്ധത്തിലാണ്. നിങ്ങൾ പലരും അത് നോക്കുന്നുണ്ട്. ഇന്നത്തെ സ്റ്റാറ്റസ് നോക്കിയിട്ടുള്ളവർക്കറിയാം. നമ്മൾ പലപ്പോഴും നമ്മുടെ സന്തോഷത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതിന് പകരം നമുക്കുണ്ടായ ദുഃഖങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന ഒരു അഡിക്ഷൻ നമുക്കുണ്ട്. നമ്മൾ അതിന് അടിമപ്പെട്ടു പോവുകയാണ്. സുവിശേഷ വേലക്കാരോട് പലരോടും ഞാൻ സംസാരിക്കാറുള്ളതാ. പലരും പറയുന്ന വിഷയം സുവിശേഷം എന്തുകൊണ്ട് പറയുന്നില്ല, എന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല, എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നത് വിസ്തരിക്കുന്ന ഒരു അഡിക്ഷൻ നമുക്കുണ്ട്. അതിന് പകരം ഇത്രയും അവരുടെ കൂട്ടത്തിൽ ഒരാള് ഇത്രയും യെരൂശലേം മുഴുവൻ അറിയപ്പെട്ടിട്ടും അല്ലെങ്കിൽ ഇസ്കറിയാത്ത യൂദായെ ഇവരെ ആരെയും ബാധിച്ചില്ല. ഒരിക്കൽ പോലും അവരെ ആൻസർ ചെയ്യേണ്ടി വന്നിട്ടില്ല. ആ സകല കുറവുകളിലും അഭിഷേകത്തിന്റെ അന്ന് പെന്തക്കോസ്ത് നാളിൽ തന്നെ, സഭയുടെ ആരംഭത്തിൽ തന്നെ ദൈവം തുടച്ചു മാറ്റിയെങ്കിൽ നാം വസിക്കുന്ന ദേശത്ത്, നമ്മെ ദൈവം ആക്കി വെച്ച ദേശത്ത് സുവിശേഷത്തിന് എതിരായി വന്നിട്ടുള്ള സകല റിമാർക്സുകളെയും തെറ്റായിട്ടുള്ള സകല അനുഭവങ്ങളെയും ദേശത്തിന്റെ മുന്നിൽ നിന്ന് തുടച്ച് മാറ്റത്തക്കവണ്ണം ആത്മാഭിഷേകത്തിന്റെ ഒരു ശുശ്രൂഷ എന്നിലൂടെയും നിങ്ങളിലൂടെയും വെളിപ്പെടാൻ വേണ്ടി ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെ തീർച്ചയായിട്ടും നമുക്ക് മുമ്പോട്ട് പോകണം. ഏതു വിധത്തിലും വേല ചെയ്യണം. ആമേൻ. 2-ാം അധ്യായം തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കാം. കേൾക്കുന്നതിന് എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. ആ നിലത്തിന് അവരുടെ ഭാഷയിൽ 2-ാം അധ്യായം വായിച്ചാൽ നമുക്കറിയാവുന്ന കാര്യങ്ങളാണല്ലോ. അതുകൊണ്ട് പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെന്തക്കോസ്ത് നാൾ പറയുമ്പോൾ പെന്തക്കോസുകാരുടെ നമ്മുടെ എന്നും ചിന്തിക്കരുത്. 50th ഡേ, അതാണ് യഹൂദന്മാരുടെ ഉത്സവത്തിന്റെ പേരാണ്. 50-ാം ദിവസം എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. 50-ാം ദിവസത്തിലെ യഹൂദന്മാരുടെ പെരുന്നാളിന്റെ പേരാണ് പെന്തക്കോസ്റ്റൽ ഡേ. ഇത് 50th ഡേ എന്ന് പറയുന്നത് പെന്തക്കോസ്റ്റ് യഹൂദന്മാരുടെ ഇടയിൽ ഒരു പെരുന്നാളിന്റെ പേര് മാത്രമാണ്. ഓക്കെ, താങ്ക് യു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജാല പോലെ പടർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അന്ന് ആകാശത്തിന് കീഴിലുള്ള ജാതികളിൽ നിന്നും യെരൂശലേമിൽ വന്ന് പാർക്കുന്ന യഹൂദന്മാരായ അന്താന്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്ന് പോയി. ആ പദങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഓരോരുത്തൻ, ഭൂമിയുടെ ആകാശത്തിന് കീഴിലുള്ള സകല രാജ്യങ്ങളിൽ നിന്നും അവിടെ ജനങ്ങൾ വന്നുകൂടിയിരുന്നു. അതേത് രാജ്യക്കാരാന്ന് താഴെ കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരും താന്താന്റെ ഭാഷയിൽ ഈ ഗലീലക്കാർ, ഗലീല എന്ന് പറയുന്ന ഇവര് ഗ്രീക്കാണ് സംസാരിക്കുന്നത്. യേശുക്രിസ്തു എന്ന് പറയുന്ന ഒന്ന് അരാമൈക്, ഹീബ്രു. അപ്പൊ ഇവരെല്ലാവരും ഗലീലക്കാരാണ്, ഗ്രീക്ക് സംസാരിക്കുന്നവരാണ്. ഇവരെങ്ങനെയാണ് ഓരോരുത്തരും താന്താന്റെ ഭാഷയിൽ ഇവർ സംസാരിക്കുന്നത് കേൾക്കുന്നത് എങ്ങനെയാണെന്നാണ്. ഈ വിഷയത്തിൽ ചിലപ്പോഴെങ്കിലും നിങ്ങൾ ഈ ഭാഗം പഠിപ്പിക്കുമ്പോൾ ചില സംശയങ്ങൾ ഉന്നയിക്കാം. ഇന്നും ആത്മീയ കോളത്തിൽ ഒരു അവ്യക്തതയുള്ള വിഷയമായി ചിലരുടെ ഇടയിലെങ്കിലും അവ്യക്തതയുള്ള ഒരു കാര്യമാണ് ഈ ഭാഗം. അന്ന് അവര് സംസാരിച്ചത് നമ്മൾ ദൈവത്തെ ഇന്ന് പരിശുദ്ധാത്മാവിൽ സ്തുതിക്കുന്ന ആ ഭാഷയിലല്ല. അന്ന് അവരവിടെ സംസാരിച്ചത് ഈ ഭൂമിയിലുള്ള അന്ന് ഭൂമിയിലുള്ള ജനങ്ങൾ വന്ന അതാത് ഭാഷയാണ്. ഈവൻ കേരളത്തിൽ നിന്നുണ്ടെങ്കിൽ മലയാളത്തിൽ ഒരു സംസാരിച്ചിട്ടുണ്ട്, തമിഴ്നാട്ടിൽ നിന്നുണ്ടെങ്കിൽ അവര് തമിഴിൽ സംസാരിച്ചിട്ടുണ്ട്, കന്നഡയിൽ നിന്നുണ്ടെങ്കിൽ കന്നഡ സംസാരിച്ചിട്ടുണ്ട്, അറബി സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ അതാണ് ആ വിഷയത്തിൽ അന്ന് അവിടെ സംഭവിച്ച കാര്യം. വായിക്കാം. പിന്നെ നാം ഓരോരുത്തർ ജനിച്ച മെസൊപ്പൊത്താമ്യയിലും യഹൂദിയയിലും കുപ്പദ്ദോയിലും പെന്തോസിലും ആസിയയിലും ഫ്രുഗിയിലും പംഫൂലിയിലും മിസ്രൈമിലും കുറേനക്ക് ചേർന്ന ലിബ്യ പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്ന് പാർക്കുന്നവരും
യഹൂദന്മാരും യഹൂദ മതാനുസാരികളും ക്രേത്യരും അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വൻകാര്യങ്ങൾ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവരുടെ സ്വന്തം ഭാഷയിൽ, അവരുടെ ജന്മദേശ ലോക്കൽ മദർ ടങ്, അവരുടെ മാതൃഭാഷയിൽ തന്നെ ഇവർ സംസാരിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. അന്ന് സംഭവിച്ചത് അതാണ്. പറഞ്ഞാൽ ഇത് എന്തായിരിക്കുമെന്ന് തമ്മിൽ പറഞ്ഞു. ഇവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നു എന്ന് മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു. അപ്പോൾ പത്രോസ് 11 പേരോടുകൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്, യഹൂദ പുരുഷന്മാരും യെരൂശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ. എന്റെ വാക്ക് ശ്രദ്ധിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. പകൽ 3-ാം മണി നേരം മുഖാന്തരം അരുളിച്ചതത്രേ. രാവിലെ 9 AM ആണ് എന്ന് പറഞ്ഞാൽ യഹൂദന്മാര് നമ്മൾ പഠിച്ചതാണ്, എനിക്ക് തോന്നുന്നു അല്ലേ, കഴിഞ്ഞ ഐഡാഴ്ച അവിടെയാണോ കോഴിക്കോടാണോ പഠിച്ചു, ഇവിടെയാണോ, ഞാൻ വ്യക്തമാക്കി തന്നിരുന്നത്. അവര് സമയം എണ്ണുന്നത് രാവിലെ 6 തുടങ്ങി 7 വരെ 1-ാം മണി, 7 തുടങ്ങി 8 വരെ 2-ാം മണി, 8 തുടങ്ങി 9 വരെ 3-ാം മണി. അങ്ങനെയാണ് അവർ എണ്ണുന്നത്. ഞാൻ നമ്മൾ പഠിച്ചു, വളരെ വ്യക്തത വരുത്തിയതാണെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. ഓക്കെ, മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശു മരിച്ചത് ഏത് സമയത്താണ്, എത്ര മണിക്കൂർ കൂശി കിടന്നു എന്നൊക്കെ പഠിച്ചു നമ്മൾ ചിന്തിക്കുന്നു. അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ വീണ്ടും ആവർത്തി. അപ്പൊ ഇവിടെ ഇത് 9 AM ആണ്. രാവിലെ 3-ാം മണി നേരമല്ലേ ആയിട്ടുള്ളൂ. പൊതുവെ മദ്യപിക്കുന്നത് രാത്രിയിലാണ് കാലഘട്ടങ്ങളിലൊക്കെ, അതിന്റെ അർത്ഥത്തിൽ അത് പറയുന്നത്. ഓക്കെ, ഇനി ഇത് യോവേൽ പ്രവചനം എല്ലാവർക്കും അറിയാലല്ലേ. യോവേൽ പ്രവചനം 2-ാം അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. ഓക്കെ, ശരിക്കുന്നത് ഈ പഴയ നിയമ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിനെ ദൈവം സ്ഥിരമായി ഭൂമിയിൽ വസിച്ചിരുന്നില്ല. ഒരു പ്രത്യേക ദൗത്യത്തിനു വേണ്ടി അഭിഷിക്തന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയക്കുകയും ആ പരിശുദ്ധാത്മാവ് തിരികെ പോവുകയും ചെയ്യുമായിരുന്നു. ശൗലിന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നിരുന്നു, എന്നാൽ ശൗലിന്റെ മേൽ നിന്ന് പരിശുദ്ധാത്മാവിനെ എടുത്ത് പോകുകയുമായിരുന്നു. അപ്പോൾ ആത്മാവ് അവന്റെ മേൽ വന്നു. നമുക്കറിയാം, ശിംശോനെ ബന്ധിച്ചപ്പോഴും സിംഹം അലറി വന്നപ്പോഴൊക്കെ. അപ്പൊ പ്രത്യേക ദൗത്യത്തോടുള്ള ബന്ധത്തിൽ ആവശ്യാനുസരണം തെരഞ്ഞെടുക്കപ്പെട്ട അഭിഷിക്തന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയക്കുമായിരുന്നു. ആത്മാവ് ഒന്ന് തന്നെയാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ കൃപായുഗത്തിന്റെ ഒരു പ്രത്യേകത അതാണ് അന്ത്യകാലം. അത് നമ്മൾ പഠിച്ചതാണ്. അന്ത്യകാലം എന്ന് പറഞ്ഞാൽ കൃപായുഗം. പുതിയ നിയമ ദൈവസഭയുടെ ആരംഭം മുതൽ കാഹളം ധ്വനിയിലൂടെ സഭ എടുക്കപ്പെടുന്നത് വരെയുള്ള കാലഘട്ടത്തിനാണ് അന്ത്യകാലം അല്ലെങ്കിൽ കൃപായുഗം എന്ന് പറയുന്നത്. ഈ കൃപായുഗത്തിൽ, ഈ അന്ത്യകാലത്തിൽ പരിശുദ്ധാത്മാവിനെ സകല ജഡത്തിനു മേലും പകരും എന്ന് പറഞ്ഞിരുന്നു. ആ വചനത്തിന്റെ നിവൃത്തിയാണ് എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ എന്നാണ് പത്രോസ് അവിടെ വ്യക്തമാക്കുന്നത്. ആ ഭാഗം ഞാൻ വിടുകയാണ്. അന്യഭാഷ എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇല്ല, നിങ്ങൾക്ക് വ്യക്തമാണെങ്കിൽ നമുക്ക് മറ്റു ഭാഗങ്ങളിലേക്ക് പോകാം. അന്യഭാഷ എന്ന് പറയുമ്പോൾ അന്യമായ ഭാഷ, ഒന്ന് ടങ്ങാണ്, അതർ ടങ്. ഒന്ന് നമ്മുടെ ആത്മാവ് പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടു കൂടെ സ്വർഗത്തിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ ഭാഷയിൽ തന്നെ നമ്മുടെ ആത്മാവ് ചില സന്ദർഭങ്ങളിൽ സംസാരിക്കും, സ്തുതിക്കും, ആരാധിക്കും. സ്വർഗത്തിലെ ഭാഷ വ്യത്യസ്തമാണ്. പൗലോസ് പറഞ്ഞ പോലെ ഉച്ചരിച്ചുകൂടാൻ പറ്റാത്ത ഭാഷ ഞാൻ അവിടെ കേട്ടു. ആ ഭാഷ ഇന്ന് ഭൂമിയിൽ പറയുന്ന ഭാഷയല്ല, സ്വർഗത്തിലെ കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് ആണ്. അത് നമുക്ക് പരിശുദ്ധാത്മാവിൽ അല്ലാതെ ഒരിക്കലും സ്വർഗത്തിലെ ഭാഷ നമുക്ക് പറയാനോ മനസ്സിലാക്കാനോ പറ്റത്തില്ല. ഭാഷയും സ്വർഗത്തിലെ ദൂതന്മാർക്കും അറിയാം, ദൈവത്തിനും അറിയാം. ഭൂമിയിലുള്ള മുഴുവൻ ഭാഷയും സ്വർഗത്തിന് മനസ്സിലാക്കാൻ പറ്റും, സ്വർഗത്തിന് മനസ്സിലാകും, സ്വർഗത്തിന് അറിയാം. പക്ഷെ സ്വർഗത്തിന്റെ ഭാഷ ഭൂമിയിൽ ആർക്കും മനസ്സിലാക്കാൻ പറ്റിയല്ല. ദൈവം സംസാരിക്കുന്ന ഭാഷ അത് പരിശുദ്ധാത്മാവിന് മാത്രമേ പറ്റത്തുള്ളൂ.
അപ്പൊ റോമാലേഖനത്തിലൊക്കെ വ്യക്തമായിട്ട് ആത്മാവ് ഉച്ചരിച്ചു കൂടാത്ത ഞെരുക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നു. അത് ആത്മാവ് എന്ന് പറയുമ്പോൾ ഓർക്കണം, എന്റെ ആത്മാവ് പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനനം പ്രാപിച്ചു കഴിയുമ്പോൾ, ഞാൻ അഭിഷേകത്താൽ നിറയപ്പെട്ട് കഴിയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ എന്റെ ആത്മാവ് ആ ഭാഷ സംസാരിക്കും. പരിശുദ്ധാത്മാവിന്റെ ഭാഷയാണ്. എന്നാൽ ഇവിടെ സംസാരിച്ചത് അതല്ല. ഈ വന്നിരിക്കുന്ന ഓരോ ജനങ്ങളുടെയും ഇവർക്ക് നൽകിയത്, അങ്ങനെ സംസാരിക്കാൻ ഇവർക്ക് കഴിഞ്ഞത് ഇവരുടെ വിദ്യാഭ്യാസത്തിൽ നിന്നല്ല. ഇപ്പൊ 16 ഭാഷ വരെയൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാർ നമ്മുടെ ഉണ്ടായിരുന്നല്ലോ. നരസിംഹറാവു ഒക്കെ ഏറ്റവും കൂടുതൽ ഭാഷ അറിയാവുന്ന ഒരു പ്രധാനമന്ത്രിയായിരുന്നു. പല ഭാഷകൾ അറിയാവുന്ന ഒരാളായിരുന്നു. 3, 4, 5, 6 ഭാഷയൊക്കെ അറിയാവുന്ന ധാരാളം ആൾക്കാർ പോലെ സംസാരിക്കാൻ പറ്റും. അത് ദൈവിക പ്രവൃത്തിക്ക് വേണ്ടി, ദൈവനാമത്തിന് വേണ്ടി ദൈവം ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഇതൊന്നും വലിയ ആശ്ചര്യമായിട്ട് വലിയ അത്ഭുതമായിട്ടൊന്നും നിങ്ങൾ കാണണ്ട. ഇത് വളരെ കോമൺ ആയിട്ട് ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്, ഇന്നും നടക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇവിടെ സംഭവിച്ചത് അതാണ് എന്ന കാര്യത്തിൽ നിങ്ങൾ ഒരു ടീച്ചർ എന്ന നിലയിൽ ഓരോരുത്തർക്കും വ്യക്തത ഉണ്ടായിരിക്കണം. പലരും എന്നോട് തർക്കിക്കുകയും വാദിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വിഷയമായതുകൊണ്ട് ഞാനത് ഒന്നുകൂടെ ഫറോവിന് സമഗ്രമായ ഈ വിഷയത്തിലുള്ള ഒരു കാര്യം എന്നത് ലീഡർക്ക് അത് വേണമെന്ന് പാസ് മുമ്പേ പറഞ്ഞതിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കാൻ വേണ്ടി ഞാനിപ്പോൾ അതൊന്നുകൂടെ പറഞ്ഞത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ ഓർക്കുക, നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടവരായതുകൊണ്ട് വ്യക്തത വരണം. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം ആർക്കെങ്കിലും. ഓക്കെ, എന്താ സുമസിസ്റ്റർ എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ, സോ നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ആദിമസഭയുടെ വിജയത്തിന്റെ കാരണം ആദിമസഭയും വിശുദ്ധന്മാരുടെയും അവരിൽ ഉണ്ടായിരുന്നതും നാം അനുവർത്തിക്കേണ്ടതുമായ ഒരു പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യമാണ് ഐക്യത എന്ന് പറയുന്നത്. 2-ാം അധ്യായം 1-ാം വാക്യം, അവർ ഒന്നിച്ച് ഒരു സ്ഥലത്ത് ഒരുമനപ്പെട്ട്, അല്ലേ? 2-ാം അധ്യായം 1-ാം വാക്യം. പെന്തക്കോസ്ത് വന്നപ്പോ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. ഓക്കെ, ഈ ഇവര് ഒരുമനപ്പെട്ട് കൂടിയിരുന്നു. നമ്മൾ ആദ്യം 1-ാം അധ്യായത്തിൽ പഠിച്ചതാണ്. ഒന്നിച്ചു കൂടിയിരുന്നു, ഒരുമനപ്പെട്ട് കൂടിയിരുന്നു. പരിശുദ്ധാത്മാവ് വരുന്നതിനും പ്രവർത്തിക്കുന്നതിനും നമ്മളെ നയിക്കുന്നതിനും ഐക്യത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഐക്യത എന്ന് പറയുമ്പോഴേ ഈ വിഷയത്തിൽ ഹൃദയം കൊണ്ട് ഒരു ഐക്യത ഉണ്ടായിരിക്കണം. ഒരുമിച്ച് പ്രവർത്തിക്കുന്നവർ തമ്മിൽ ഹൃദയം കൊണ്ട് ഐക്യത ഉണ്ടായിരിക്കണം. അതിന് നിങ്ങൾ നോക്കണം, ശ്രദ്ധിക്കണം. പത്രോസ് 11 പേരോടും കൂടെ എഴുന്നേറ്റ് നിന്നിട്ടാണ്. ആരൊക്കെയാണ് 11 പേര്? യൂദാ പോയി, ബാക്കി ശരിക്കും പറഞ്ഞാൽ ഇവര് 11 പേരേ ഉള്ളൂ. 10 പേരോട് കൂടെ എന്നാണ്. പക്ഷെ 11 പേര് എന്ന് പറഞ്ഞാൽ അവിടെ ഒരാളെ തെരഞ്ഞെടുത്തു, മത്തിയാസ് പകരം ഒരാളായിട്ട്. അതാണ് 11 പേരെന്ന് പറയുന്നത്. അവരോടുകൂടി ഒരുമിച്ച് അവർ എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറഞ്ഞാൽ പത്രോസ് പ്രസംഗിക്കുന്ന ഈ കാര്യത്തെക്കുറിച്ച് ബാക്കി 11 പേർക്കും ഒരിക്കലും വിയോജിപ്പില്ല. പത്രോസിന് ഇവരെല്ലാവിധ സപ്പോർട്ട്, മോറൽ സപ്പോർട്ട് കൊടുക്കുകയാണ്. ഇത് ദൈവമക്കളെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ ശുശ്രൂഷയ്ക്കായി ഇറങ്ങുമ്പോൾ നാം ഒരുമിച്ച് പോകണം. ഒരാളായിരിക്കും പ്രസംഗിക്കുന്നെങ്കിലും ബാക്കി 11 പേരും അത് തന്നെയേ പ്രസംഗിക്കൂ എന്ന് കേൾവിക്കാർക്ക് തോന്നണം. ഒരാളാണ് ചെയ്യുന്നതെങ്കിലും ബാക്കി 11 പേരിൽ ആര് ചെയ്താലും അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് തോന്നണം. തോന്നിയാൽ പോരാ, അത് അങ്ങനെ തന്നെ ആയിരിക്കണം. ഇവിടെയാണ് യേശുക്രിസ്തു പറഞ്ഞത്, ഞാനും പിതാവും ഒന്നാകുന്നു. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ്, പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം. ത്രിത്വം എന്ന് പറയുന്നാൽ, ഏകത്വം എന്ന് പറയുന്നത് അത് ആളത്വത്തിൽ വ്യത്യസ്തമാണ്, എന്നാൽ തത്വത്തിൽ ഒന്നാണ്. പിതാവായ ദൈവം പറഞ്ഞ ഒരു കാര്യത്തെ ഒരിക്കലും യേശു തിരുത്താൻ ശ്രമിച്ചിട്ടില്ല, മാറ്റി പറഞ്ഞിട്ടില്ല, പറയത്തില്ല. യേശു ക്രിസ്തുവും പിതാവായ ദൈവവും പറഞ്ഞ കാര്യമല്ലാതെ വേറെ ഒന്നും പരിശുദ്ധാത്മാവിന് പറയുവാനില്ല. സ്വർഗത്തിൽ ഏത് തീരുമാനമെടുത്താലും ആ തീരുമാനത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരേ അഭിപ്രായത്തിലായിരിക്കും.
ഒരു പിതാവ് ചെയ്താലും യേശു ചെയ്താലും പരിശുദ്ധാത്മാവ് ചെയ്താലും സ്വർഗത്തിന്റെ ഒരു പദ്ധതി സ്വർഗത്തിൽ നിന്നും ഭൂമിയിൽ നടത്തേണ്ട ഏതെങ്കിലും ഒരു പദ്ധതി അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ, നടപ്പിൽ വരുത്തുമ്പോൾ, ഇനി യേശു ക്രിസ്തുവിന് പകരം പിതാവാണ് ഭൂമിയിലേക്ക് വന്നതെങ്കിൽ അത് അങ്ങനെ തന്നെയായിരിക്കും ചെയ്യുന്നത്. ഇനി യേശു ക്രിസ്തുവിന് പകരം പരിശുദ്ധാത്മാവാണ് മനുഷ്യപുത്രനായിട്ട് വേഷത്തിൽ വരുന്നതെങ്കിലും അത് അങ്ങനെ തന്നെയായിരിക്കും, ഒരു വ്യത്യാസവും വരത്തില്ല. അപ്പം ഈ ഐക്യത, ഈ മനോഭാവം, ഈ ഹൃദയത്തിന്റെ ഐക്യത ദയവായി ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ വളരെയധികം പ്രാർത്ഥിക്കണം. ചേർന്ന് പ്രവർത്തിക്കുന്നവരുമായിട്ട് എന്ന് പറഞ്ഞാൽ ഓർക്കണം, ഇന്ന് ധാരാളം പേര് ഈ നാമത്തിലുണ്ട്. അവര് പറയുന്നതെല്ലാം അംഗീകരിക്കാൻ നമുക്ക് വചനവിരുദ്ധമായി പറയുന്ന അനേകരുണ്ട്. ആത്മനിയോഗങ്ങൾക്ക് വിപരീതമായി വിശ്വാസികളെ തങ്ങളുടെ ശിഷ്യന്മാരായി വലിച്ചു കളയുന്നവരുണ്ട്. അവരോടൊന്നും യോജിക്കാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ ഒറ്റ വാക്കിൽ പറയുകയാണ്, ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കുന്ന ഏത് വ്യക്തിയുമായി സമാധാനം ആചരിച്ചു പോകുവാൻ ഒരു ലീഡർ ശ്രമിക്കണം. അതിന് പറ്റാത്ത എന്തെങ്കിലും ഘടകമുണ്ടെങ്കിൽ, സാഹചര്യമുണ്ടെങ്കിൽ എത്രയും ക്ഷണത്തിൽ നിങ്ങൾ ആ വിഷയത്തിൽ ക്രമീകരണത്തിൽ വരണം. അപ്പോൾ തന്നെ സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരുവൻ വാവിഷ്ടാന്തക്കാരനോ വിഗ്രഹാരാധിയോ ദുർനടപ്പുകാരനോ മദ്യപാരനോ പിടിച്ചുപറിക്കാരനോ ആകുന്നു എങ്കിൽ അവനോട് സംസർഗമരുത്. അതങ്ങനെ തന്നെയാ. പക്ഷേ ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കുന്ന ഏത് വ്യക്തിയുമായി സമാധാനം ആചരിച്ചു പോകുന്ന ഒരു വിശാല ഹൃദയമാണ് ആദ്യം ഉണ്ടാക്കിയെടുക്കേണ്ടത്. നിങ്ങളുടെ വ്യക്തിത്വങ്ങളുടെ വ്യതിയാനത്തിൽ നിന്നും ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ആത്മാവിൽ സ്ഫുരിക്കുവാൻ അനുവദിക്കരുത്. സ്തോത്രം. ഒരു പക്ഷേ നിങ്ങളുടെ സഹപ്രവർത്തകൻ ആരും ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ സംസാര ശൈലി ചിലപ്പോൾ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടാകും. പ്രത്യേകിച്ച് ഇപ്പം കേരളത്തിൽ തന്നെ ഈ തൃശ്ശൂരുകാരുടെ രീതിയും കോട്ടയംകാരുടെ രീതിയും ഒക്കെ ചില പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകാറുണ്ട്. സോ അങ്ങനെ ഭാഷയുടേതായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ വരാം. ടെക്നിക്കൽ ഇഷ്യൂസ് അതിന് വെച്ചാൽ മതി. അതിന്റെ പേരിൽ അനൈക്യത സംഭവിച്ചിട്ടുള്ള ഒരു സംഭവം ഞാൻ എന്റെ മനസ്സിലോടി വരിക. ഈ തിരുവിതാംകൂറിലുള്ളതാണ്, എന്താണ് തെക്കുന്ന് വന്നതാണ് ഒരു മരുമോള്. അപ്പോൾ തന്നെ അമ്മായിയമ്മ മധ്യ തിരുവിതാംകൂർ കോട്ടയത്തുള്ളതാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാര്യം പറഞ്ഞതിൽ വന്ന വ്യത്യാസം, ഒരു സാധനം നീക്കി വെക്കാൻ പറഞ്ഞതാണ്. അപ്പൊ അവരുടെ ഭാഷയിൽ അത് തള്ളിവെക്കുക എന്നുള്ളതാണ്. തെള്ളിവെക്കുക എന്ന് പറഞ്ഞാൽ കോട്ടയംകാരുടെ ഭാഷയിൽ അത് അരിച്ച് തെള്ളിയെടുത്ത് വൃത്തിയാക്കുക എന്നുള്ളതാണ്. ഇത് രണ്ടു ഭാഷ എനിക്ക്. അവരുടെ ഭാഷയിൽ തെള്ളിവെക്കാൻ അമ്മായിമ്മ പറഞ്ഞു. മരുമോള് അലമാരുടെ കഴിച്ചിട്ട് കുറച്ചുകൂടെ നീക്കി വെച്ചു. ഉപ്പുമാവിനുള്ള റവപ്പൊടിയാണ്. അപ്പൊ തിരിച്ചു വന്നതല്ല, അരിഞ്ഞു കഴിഞ്ഞപ്പോ വീണ്ടും റവ അങ്ങനെ തന്നെ ഇരിക്കുന്നു. അമ്മ ചോദിച്ചു, മോളെ അത് തെള്ളി വെക്കാൻ പറഞ്ഞിട്ട് എന്തെന്ന് ചെയ്യാത്ത? മോള് കുറച്ചും കൂടെ തള്ളി വെച്ചു. വീണ്ടും കുറച്ച് കഴിഞ്ഞ് എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വന്നപ്പോഴും ഒന്നും ചെയ്തിട്ടില്ല. അമ്മായിമ്മ ദേഷ്യപ്പെട്ടു. തെള്ളി വെക്കാൻ പറഞ്ഞിട്ട് എന്തായാലും ഇനി എങ്ങോട്ടാ തെള്ളി വെക്കുന്നതെന്ന് ചോദിക്കുന്നത്. അലമാരിയുടെ അങ്ങേ മൂലക്ക് എത്തിയിട്ടും അമ്മായിമ്മ തെള്ളി വെച്ചില്ലെന്നും പറഞ്ഞു വഴക്കാം. അതെന്ന് പറയുന്നത് ഭാഷയുടെ ഒരു പ്രശ്നമാണ്. അതൊരു നിസ്സാര കാര്യമൊന്നുമില്ല, അത് വലിയ ഇഷ്യൂ ആയൊരു സംഭവമാണ്. അപ്പം ഇതേപോലെയൊക്കെയുള്ള ചില വിഷയങ്ങൾ വ്യക്തി ജീവിതത്തിൽ മനുഷ്യൻ എന്ന നിലയിലൊക്കെ വരാം. ഇത് മാത്രമല്ല, പല കാര്യങ്ങളും വരാം. കൊട്ടേഷൻ ഒന്നും കൂടെ പറയാമോ? നിങ്ങളുടെ വ്യക്തിത്വങ്ങളുടെ വ്യതിയാനങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും. പാസ്റ്റർ നമ്മുടെ പേഴ്സണാലിറ്റി പഠിച്ചായിരുന്നോ ക്ലാസ്സിൽ? 4 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ഇല്ലേ? നമ്മളന്ന് പഠിച്ച. ഓക്കെ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വ്യക്തിത്വങ്ങൾ വ്യത്യസ്തമാണ്, അത് നിമിത്തം വ്യത്യസ്ത അഭിപ്രായം വരും. അവിടെ അങ്ങനെ അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ ഒരു ലീഡർ ചെയ്യേണ്ടത് അഭിപ്രായ സമന്വയം കൊണ്ടുവരണം. അഭിപ്രായ സമന്വയം. സോ ഇതില്ലാതെ വരുന്നത് ഇന്ന് ഒരു വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. അവര് 11 പേരും ഈ പത്രോസിന് പകരം എഴുന്നേറ്റ് നിന്ന് 11 പേരിൽ ആര് പ്രസംഗിച്ചാലും ഇവരുടെ എല്ലാം ഫുൾ സപ്പോർട്ടുണ്ട്. അതാണ് ആ കൂടെ ഒരുമിച്ച് നിൽക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ ഞങ്ങൾ ഒന്നാണെന്ന് സമൂഹത്തെ കാണിച്ചതാണ്. ഒരാൾ അങ്ങോട്ട് ഇറങ്ങിപ്പോയില്ല, ഒരാൾ അവിടെ ഇരുന്നില്ല, ഒരാളെ കണ്ടില്ല, ഒരാൾ പങ്കെടുത്തില്ല, ഇതൊന്നും വന്നില്ല.
ഞങ്ങൾ 12 പേരാണ് പോകുന്നതെങ്കിൽ ഒരു ദൈവദാസൻ പരസ്യയോഗം പ്രസംഗിച്ചാൽ ബാക്കി 11 പേരും ചേർന്ന് കൂടെ നിൽക്കണം. 11 പേരുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. നിങ്ങൾ ഒരു ശുശ്രൂഷകനാകുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ദൈവമക്കൾ നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്ക് ഭയങ്കര സെക്യൂരിറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് തരും. ഇതൊക്കെ നിങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. അതായിരുന്നു ആദിമസഭയുടെ വിജയത്തിന് കാരണം. ഓക്കെ, ജോജി പാസ്റ്റർ ചോദിച്ചുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഒരു കാര്യം കൂടെ കൂടുതൽ പറയുകയാണ്. അഭിപ്രായ വ്യത്യാസം ഒരാൾക്കുണ്ടെങ്കിൽ അവരുടെ വ്യത്യസ്തമായ അഭിപ്രായം പറയാൻ നിങ്ങൾ അവസരം കൊടുക്കണം. ഓക്കെ, എന്നിട്ട് അവരുടെ അഭിപ്രായ വ്യത്യാസം, അവർക്കുടെ വ്യത്യസ്തമായ അഭിപ്രായം നാം കേൾക്കുമ്പോൾ തന്നെ അവരെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. ഏത് ഒരു ലീഡർ തീർച്ചയായിട്ടും മറ്റുള്ളവരെ ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഐഡാൽറ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാട എന്ന് പറഞ്ഞാൽ എന്തേലും പറഞ്ഞാൽ നീ ഇങ്ങോട്ട് വാടാ നീ പോടാ എന്നുള്ളതല്ല. വാട എന്ന് പറഞ്ഞാൽ വി എഗ്രി ടു ഡിസഗ്രി ടു എഗ്രി. ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, വി എഗ്രി ടു ഡിസഗ്രി ടു എഗ്രി എന്ന് പറഞ്ഞാൽ വിസമ്മതം പ്രകടിപ്പിക്കുവാൻ ഞാൻ സമ്മതം തരുന്നു. എല്ലാവരുടെയും അഭിപ്രായത്തെ ഏകോപിപ്പിക്കാൻ വേണ്ടി. അതാ എന്ന് പറഞ്ഞാൽ സമ്മതത്തിൽ ഏക അഭിപ്രായത്തിൽ വരാൻ വേണ്ടി വിഭിന്ന അഭിപ്രായം പറയാൻ ഞാൻ സമ്മതം തരുന്നു. അത് വിസമ്മതം പ്രകടിപ്പിക്കാനുള്ള അവസരം നമ്മൾ കൊടുത്തുകൊണ്ട് സമ്മതത്തിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ എഴുതിക്കോ. വിസമ്മതം പ്രകടിപ്പിക്കാനുള്ള അഭിപ്രായം കൊടുത്തുകൊണ്ട് സമ്മതത്തിലേക്ക് കൊണ്ടുവരണം എല്ലാവരെയും. അതാണ്. അതെ, വിസമ്മതം പ്രകടിപ്പിക്കാനുള്ള സമ്മതം കൊടുത്തുകൊണ്ട്. വിസമ്മതം പ്രകടിപ്പിക്കാനുള്ള സമ്മതം കൊടുക്കണം. എന്തിനാ സമ്മതം കൊടുക്കുന്നതെന്നറിയോ? അഭിപ്രായ സമന്വയത്തിൽ എത്താൻ വേണ്ടിയാണ്. WADA എന്നാണ്, വാഡ. We agree to disagree to agree. ഓക്കെ, എല്ലാവരും എഴുതിയെന്ന് വിചാരിക്കുന്നു. പാസ്റ്റർ അത് ക്ലിയർ ആയല്ലോ. അപ്പം അത് നമ്മൾ പഠിച്ചിരിക്കണം. നിങ്ങളുടെ ചർച്ചിൽ 50 പേരുണ്ടെങ്കിൽ ഈ 50 പേരും വ്യത്യസ്തമായ കുടുംബത്തിൽ നിന്ന് വന്നവരാണ്. അവരുടെ മാതാപിതാക്കൾ വ്യത്യസ്തരായതുകൊണ്ട് ജനറ്റിക്കായി പാരമ്പര്യമായി ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും. അവര് ജനിച്ചു വളർന്ന സാഹചര്യം വ്യത്യാസമായതുകൊണ്ട് അതിന്റെ പ്രകടനം ഉണ്ടാകും. അവരും പറഞ്ഞോ സുമ സിസ്റ്ററെ, പറഞ്ഞോളൂ. എന്താണ് ഡെഫിനിഷൻ ചോദിച്ചില്ല. വി എഗ്രി ടു ഡിസഗ്രി ടു എഗ്രി. ഓക്കെ, അപ്പം നിങ്ങളുടെ ചർച്ചിൽ വരുന്ന വ്യക്തികള് അവർ പഠിച്ച സ്കൂൾ വ്യത്യസ്തമാണ്, മാതാപിതാക്കൾ വ്യത്യസ്തമാണ്, സഹോദരങ്ങൾ വ്യത്യസ്തമാണ്, ദേശം വ്യത്യസ്തമാണ്, ഭാഷ വ്യത്യസ്തമായിരിക്കാം. ഈ കാരണങ്ങളൊക്കെ അവരിൽ പല വ്യത്യാസങ്ങളും കൊണ്ടുവരും. അത് അവരുടെ സംസാരത്തിലും സ്വഭാവത്തിലും നമുക്ക് കാണാൻ പറ്റും. പക്ഷേ കർത്താവിന്റെ നാമത്തെ ഉയർത്തുന്നതിനോ സത്യസുവിശേഷം പറയുന്നതിനോ പഠിപ്പിക്കുന്നതിനോ ഒന്നും ഇത്തരം തടസ്സങ്ങളെ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് കാണരുത്. അതിന് തക്കവണ്ണം വിശാലമായ ഒരു ഹൃദയം ഒരു ലീഡറിനുണ്ടായിരിക്കണം, ഒരു നേതാവിനുണ്ടായിരിക്കണം. ഓക്കെ, അപ്പം പ്രത്യേകിച്ച് ഓർത്തിരിക്കുക, നമ്മളുടെ കയ്യിൽ ദൈവം തരുന്ന ജനത്തെ നമ്മൾ അവരെ ഒരിക്കലും നമുക്കൊരു ഭാരമായിട്ടോ ബുദ്ധിമുട്ടായിട്ടോ അവരൊരു ബേഡനായിട്ടോ ഒരു ബാധ്യതയായിട്ടോ കാണരുത്. കൺസിഡർ ആസ് എ അസറ്റ്. കൺസിഡർ യുവർ ചർച്ച് മെമ്പേഴ്സ് ആസ് എ അസറ്റ്. നിങ്ങളുടെ കൂട്ടായ്മയിലെ മക്കൾ നിങ്ങളുടെ ഒരു സ്വത്തായിട്ട് കാണാൻ ഒരു ലീഡർക്ക് കഴിയണം. അത് അവരാണ് നിങ്ങളുടെ സ്വത്ത്. നിങ്ങളുടെ ശുശ്രൂഷയുടെ ഉറപ്പെന്താണ്?
പൗലോസ് പറയുന്നു, നിങ്ങളാണ് എൻ്റെ അപ്പോസ്തോലത്വത്തിന്റെ മുദ്ര. അതാണ്. അപ്പൊ അതുകൊണ്ടാണ് അവരെ മഹത്തുക്കളെ എന്നൊക്കെ അഭിസംബോധന ചെയ്യുന്നതിന്റെ കാരണം അതാ. അപ്പൊ ഒരു കൊച്ചു കുഞ്ഞിനെ നിങ്ങൾ കണ്ടുപഠിക്കാൻ പറയുന്നത്, കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തിൽ അവര് ഇഷ്ടപ്പെട്ടില്ല, അന്നേരം അത് പ്രകടമാക്കും. അവര് വഴക്കുണ്ടാക്കും, അവര് നമ്മളോട് പിണങ്ങും, അവര് കരയും, അവര് നമുക്കിഷ്ടമില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ ചെയ്യും. അവരുടെ കുറെ കാര്യങ്ങൾ അതിനകത്ത് നമ്മൾ എൻജോയ് ചെയ്യുക ചെയ്യുന്നത്, അല്ലേ? അതുപോലെ തന്നെ നമ്മൾ അങ്ങനെ കാണണം, മക്കളായിട്ട് കാണണം. യേശു ക്രിസ്തു കുഞ്ഞുങ്ങളെ വിളിച്ചത് എപ്പോഴാരെ? കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് അവരോട് ചോദിക്കുമ്പം അവര് കുഞ്ഞുങ്ങളായതുകൊണ്ടാണോ? കല്യാണം കഴിച്ച് കുടുംബസ്ഥരായ പ്രായവും പക്വതയുള്ള ഈ അപ്പോസ്തലന്മാരെ പത്രോസ് അടക്കമല്ലേ കർത്താവ് വിളിച്ച് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? അവരുടെ പ്രായം നോക്കിയാൽ അവരാരും കുഞ്ഞുങ്ങളല്ല, പക്ഷെ അവരുടെ സ്വഭാവം നോക്കിയാൽ അവർ കുഞ്ഞുങ്ങളാണ്. നിങ്ങൾ അവരുടെ സ്വഭാവത്തെ, നമ്മുടെ ഒരു പ്രശ്നം, നമുക്ക് സംഭവിക്കുന്ന ഒരു തെറ്റെന്ന് പറയുന്നത്, നമ്മൾ അവരുടെ എന്താണ് ബയോളജിക്കലി അവരുടെ പ്രായം നോക്കിയിട്ട് നമ്മൾ അവരെ വലിയവരായിട്ട് കാണുക. ഒരു വ്യക്തിയെ നിങ്ങൾ വിളിക്കുമ്പോൾ അവരുടെ പ്രായം, അവരുടെ സ്വഭാവം നോക്കിയാണ് നിങ്ങൾ അവർ വലിയവരാണോ ചെറിയവരാണോ കുഞ്ഞുങ്ങളാണോ തീരുമാനിക്കേണ്ടത്. സ്വഭാവം നോക്കിയാൽ നമുക്ക് നോക്കാൻ പറ്റിയാൽ നമുക്ക് സമാധാനമില്ല. അതുകൊണ്ട് യേശു കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചത്. എന്താ കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കാൻ? 3.5 കൊല്ലം കൂടെ കൊണ്ടു നടന്ന് ഈ കാര്യങ്ങളെല്ലാം പറയുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ട് വീണ്ടും ഇതാണ്, ഞാൻ മീൻ പിടിക്കാൻ പോവാന്ന് ഒരാൾ പറഞ്ഞു, മറ്റവരും പറഞ്ഞു ഞങ്ങൾ മീൻ പിടിക്കാൻ പോവാ. അവന്റെ പുറകെ, പത്രോസിന്റെ പുറകെ പോയി. കുഞ്ഞു പിള്ളേർ അങ്ങനെയാണല്ലോ, ഒരുത്തൻ കളിച്ചോണ്ടിരിക്കുന്നത് ഞാൻ കളിക്കാൻ പോവാന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ഇറങ്ങി കളിക്കാൻ പോകുന്ന പോലെ ആയിപ്പോയി. അപ്പൊ സ്വഭാവം വെച്ച് നോക്കിയാൽ കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ടാണ് വിളിച്ച് കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലതും ഉണ്ടോ? അപ്പൊ അവരുടെ സത്യം പറഞ്ഞാൽ, എന്നിട്ട് യേശു അവര് നോക്കണം, അവർക്ക് അങ്ങോട്ട് കൊടുക്കുകയാണ്. പ്രാതല് കഴിച്ചു എന്ന് കഴിക്കാൻ വരാൻ പറഞ്ഞു. കനലിൽ ചുട്ട അടയും മീൻ ചുട്ടതൊക്കെ അവർക്ക് കൊടുക്കുക യേശു. കൊടുത്തിട്ടാണ് പിന്നെ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ വ്യത്യാസങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്തതിന്റെ പേരിൽ തകർന്നു പോയിട്ടുള്ള ഒത്തിരി നേതാക്കന്മാരുണ്ട്. കർത്താവ് തെരഞ്ഞെടുത്ത 12 പേരും 12 സ്വഭാവമായിരുന്നു, 12 വ്യക്തിത്വമായിരുന്നു. പക്ഷേ രക്ഷാകര ദൗത്യത്തിൽ യേശുക്രിസ്തു അവരെ എല്ലാവരെയും ഉൾക്കൊണ്ടു, അവരെ ഒന്നിച്ച് അണിനിരത്തി. ആ നാശയോഗ്യൻ ഒരാൾ ഒഴിച്ച് ബാക്കി ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോയില്ല, വേലയിൽ നിന്നും പോയില്ല. ഓക്കെ, ഈ കാര്യത്തില് ആ കാര്യം ആദിമസഭയുടെ വിജയത്തിന്റെ ഒരു വലിയ രഹസ്യം, ആദിമസഭയും ഭക്തന്മാരുടെയും ശുശ്രൂഷ വിജയത്തിന്റെ കാര്യത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. സോറി, പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഒരു ചോദ്യം ചോദിക്കണം. ചോദിച്ചോളൂ. ശേഷം പരിശുദ്ധാത്മാവ് ഒരുവനിൽ വരുമ്പോൾ അറിയും, ആ പരിശുദ്ധാത്മാവ് അയാളിൽ നിന്ന് പോകുമ്പോൾ അറിയില്ല എന്ന് പറയുന്ന കാര്യം എന്താ? അതിന്റെ കാരണം പറയപ്പെടും. ഒരു സെക്കൻഡ്. ഈ അങ്ങനെ എവിടെയും ബൈബിളിൽ അങ്ങനെ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഇല്ല. അത് പിന്നെ ചിലരുടെ പ്രസംഗ ശൈലിയിൽ ചിലരങ്ങ് പറയുന്നതേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോ എല്ലാരും അറിഞ്ഞല്ലോ, അറിഞ്ഞു, പോകുമ്പോ അറിയില്ല എന്ന് പറയുന്നു. പരിശുദ്ധാത്മാവ് ശിംശോന്റെ മേൽ നിന്ന് പോയപ്പോൾ ശിംശോൻ അറിഞ്ഞില്ല, അത് സത്യവാ. പരിശുദ്ധാത്മാവ് പോയിട്ടും ശിംശോൻ അറിയുന്നില്ല. ശിംശോൻ വിചാരിക്കുകയാണ് താൻ മുമ്പ് കുടഞ്ഞൊഴിഞ്ഞ് കളഞ്ഞതുപോലെ പിന്നെയും കളയാമെന്ന് വിചാരിച്ച് എഴുന്നേറ്റ് ബലമൊക്കെ കാണിച്ചെങ്കിലും അവര് പിടിച്ചു കെട്ടി. അപ്പൊ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് ഓർത്താ ഇദ്ദേഹം ചെയ്തതൊക്കെ, പക്ഷെ പരിശുദ്ധാത്മാവ് തന്നെ വിട്ടു പോയിരുന്നു. ഈ കാലഘട്ടത്തിലും അതെ, പരിശുദ്ധാത്മാവ് അതുകൊണ്ടാണ് പറയുന്നത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഈ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മളെ വിട്ടു പോകും. അതിന്റെ ഒരു കാരണമുണ്ട്. പരിശുദ്ധാത്മാവ് ഈ അഭിഷേകം കിട്ടണമെങ്കിൽ തന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്. പരിശുദ്ധാത്മാവിന് എതിരെ ദൂഷണം പറയരുത്, പരിശുദ്ധാത്മാവിനെ ചോദ്യം ചെയ്യരുത്. പരിശുദ്ധാത്മാവ് കൗൺസിലറാണ്, പരിശുദ്ധാത്മാവ് ആസ് ആൻ അഡ്വക്കേറ്റ് ആണ്. അഡ്വക്കേറ്റിന്റെ ജോലിയാണ് ചെയ്യുന്നത്, കൗൺസിലറുടെ ജോലിയാണ് ചെയ്യുന്നത്. ഞാൻ ഉദാഹരണം പറയാൻ പെട്ടെന്ന് മനസ്സിലാവും. ഇന്ത്യൻ പൗരനില് ആർക്കും ഏത് കോടതിയിലും തന്റെ കേസ് സ്വന്തമായിട്ട് വാദിക്കാം. നമ്മൾ ചെയ്യാത്തതിന്റെ കാരണം നമുക്ക് കോടതി നിയമങ്ങൾ അറിയത്തില്ല, ഭരണഘടനയെ കുറിച്ച് അറിയാത്തത് കൊണ്ട് എന്റെ കേസ് വാദിക്കാൻ വേണ്ടി ഞാൻ വക്കാലത്ത് എഴുതി ഒപ്പിടുകയാണ്. അങ്ങനെ ഒരു വക്കാലത്ത് എഴുതി ഒപ്പിട്ടില്ലെങ്കിൽ ഒരു വക്കീലിനും എന്റെ കേസ് കോടതി വാദിച്ചാൽ അതിന് വിലയില്ല. എന്റെ കേസ് ഒരു വക്കീലിന് കോടതിയിൽ വാദിക്കണമെങ്കിൽ ആദ്യം അദ്ദേഹം എന്റെ വക്കാലത്ത് ജഡ്ജിയുടെ മുന്നിൽ വെക്കണം, കോടതിയുടെ മുന്നിൽ. എങ്കിൽ മാത്രമേ ഇദ്ദേഹത്തിന്റെ വാദത്തിന് ജഡ്ജി വില കൽപ്പിക്കത്തുള്ളൂ.
അപ്പം ഇതുപോലെ തന്നെ ഞാൻ എന്നെ തന്നെ താഴ്ത്തി സമർപ്പിതനായി കഴിയുമ്പോൾ അവന് പരിശുദ്ധാത്മാവ്, അതിനാണ് ഈ കാത്തിരിക്കാൻ പറയുന്നത്. ഈ കാത്തിരിക്കുമ്പോൾ തന്നെ അറിയാം പരിശുദ്ധാത്മാവ് കിട്ടാനുള്ള യോഗ്യതയുണ്ടോ ഇല്ലയോ എന്ന്. 2 ദിവസം കാത്തിരുന്നിട്ട് എന്നാ ഇനി കിട്ടുമ്പോൾ കിട്ടട്ടെ എന്ന് പോകുന്ന ആളൊക്കെ ആണെങ്കിൽ അങ്ങ് പോകണം. അതിനുവേണ്ടി ഈ കാത്തിരിക്കാൻ പറയുന്നത്. ക്ഷമ വേണം, പേഷ്യൻസ് എന്ന് പറയും. അപ്പം ഈ ചിലർക്ക് പരിശുദ്ധാത്മ കിട്ടാൻ താമസിച്ച പരിശുദ്ധാത്മാവിനോടും കൂടെ വഴക്കുണ്ടാക്കി കളയും. അത് അങ്ങനെയൊക്കെ അതൊക്കെ തമ്പുരാനൊന്ന് നോക്കും. അതാണ് അതിന്റെ കാര്യം. അപ്പം എന്റെ കേസ് വക്കാലത്ത് എഴുതി ഞാൻ ഒപ്പിട്ട് കൊടുത്ത് എന്റെ അഡ്വക്കേറ്റ് എന്റെ കേസ് വാദിക്കുമ്പോൾ എനിക്ക് അഡ്വക്കേറ്റിനേക്കാൾ ഒരു പക്ഷേ അന്നേരം എന്റെ കാര്യം പറയാൻ കഴിവുണ്ടെങ്കിലും പ്രാപ്തി ഉണ്ടെങ്കിലും എനിക്ക് മിണ്ടാൻ കോടതി അവസരം തരത്തില്ല. അങ്ങനെ ഒരു നിയമവും കൂടെ ഉണ്ട്. എനിക്കൊരു അനുഭവം ഉണ്ടായത്, എനിക്ക് പണ്ടൊരു ആക്സിഡന്റ് ഉണ്ടായപ്പം കോടതിയിൽ MACT കോടതിയിൽ എന്റെ വക്കീല് വാദിക്കുന്നു. അപ്പൊ ഈ ഞാൻ പ്രൊഫഷണലി ജോലി ചെയ്യുന്ന സമയത്താണ്. എനിക്ക് ജോലി ഉണ്ടായിരുന്നു ആക്സിഡന്റ് ഉണ്ടായപ്പം. പക്ഷെ ഈ വക്കീലിന്റെ കയ്യിൽ അതിന്റെ എവിഡൻസ് ഒന്നുമില്ല. അപ്പൊ എതിർപക്ഷം വാദിച്ചു എനിക്ക് ജോലി ഇല്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ ഉടനെ എന്റെ പോക്കറ്റിലെ ഐഡന്റി കാർഡ് എടുത്ത് ജഡ്ജിയെ കാണിച്ചു. എനിക്ക് ജോലി ഉണ്ടായിരുന്നു, ഐഡന്റി കാർഡ് ഇതാന്ന് പറഞ്ഞപ്പോ എന്നോട് ജഡ്ജി മിണ്ടാതിരിക്കാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞു അത് വക്കീല് പറയേണ്ടതാണ്, എനിക്കത് പറയാനുള്ള റൈറ്റ് ഇല്ല. കാരണം എന്താണ്, ഞാൻ വക്കാലത്ത് എഴുതി ഒപ്പിട്ട് കൊടുത്തു. എന്നിട്ട് വക്കീലിനോട് ജഡ്ജി ചോദിച്ചു, വക്കീലിന് ഇതൊന്നും വേണ്ടേന്ന് ചോദിച്ചു, ഈ തെളിവൊന്നും വേണ്ടേന്ന് ചോദിച്ചു. സോ ഇതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന് ഞാൻ സമർപ്പിതനായി കഴിയുമ്പോൾ ഞാൻ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടാനും കൂടെ തയ്യാറായിരിക്കണം. എന്നേക്കാൾ നന്നായി എന്റെ കാര്യങ്ങളെ നടത്തുന്ന ആത്മനിയോഗം, അതാണ് നമ്മൾ ഈ വിഷയം പഠിക്കുന്നതിന്റെ കാരണം. ആത്മനിയോഗം അടുത്ത വിഷയം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. അപ്പം ഈ അങ്ങനെ ദുഃഖിപ്പിച്ചാൽ പരിശുദ്ധാത്മാവ് ഇവരെ വിട്ടുമാറുന്ന ഇവര് പോലും അറിയത്തില്ല. അങ്ങനെ ഇന്ന് ധാരാളം പേര് മണ്ഡലത്തിലുണ്ട്. അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അവര് പരിശുദ്ധാത്മാവ് ഇല്ല എന്ന് അറിഞ്ഞുകൊണ്ടും അറിയാതെയും തന്നെ മുൻപുണ്ടായിരുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം പരിശുദ്ധാത്മാവ് വിട്ടുപോയി എന്ന് മറ്റ് സമൂഹം അറിയാതിരിക്കാൻ വ്യർത്ഥമായ ജൽപ്പനങ്ങളായ നിലയിൽ സംസാരിക്കുകയും മാനുഷികമായ അന്യഭാഷകൾ പറയുകയും അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെ അഭിനയിക്കുകയും ചെയ്യുന്നു. ഈ പരിശുദ്ധാത്മാവിനെ അഭിനയിക്കുന്നതിൽ ഏറ്റവും വലിയൊരു ശക്തിയാണ് കുണ്ടലിനി എന്ന് പറയുന്ന ഒരു അന്ധകാര ശക്തി. കുണ്ടലിനി എന്ന് പറയാ ആത്മാവ് ഈ പരിശുദ്ധാത്മാവിനെ അനുകരിക്കുന്ന ഒന്നാണ്. മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ആത്മാവ് ഏതെന്ന് ശോധന ചെയ്യണം, വിവേചിക്കണമെന്ന് പൗലോസ് വ്യക്തമായ ലേഖനത്തിൽ പറയുന്നതിന്റെ കാരണം. എല്ലാ ആത്മാവിനെയും വിശ്വസിക്കാതെ, വല്ല ആത്മാവിനെ വിശ്വസിക്കാതെ ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളത് തന്നെയോ എന്ന് ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. വിവിധ ആത്മാക്കൾ വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് കാണുന്ന ഇന്ന് പല വ്യക്തികളിലും പരിശുദ്ധാത്മാവ് ഇല്ലാതെ തന്നെ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന് അഭിനയിക്കുകയും അതിന്റെ പേരിൽ ധാരാളം പ്രശ്നങ്ങൾ ചർച്ചകളിൽ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രവചനത്തിലൂടെ പരിശുദ്ധാത്മാവിലല്ലാതെ പറയുന്ന പല പ്രവചനങ്ങളും വ്യർത്ഥമാകുന്നത് നിമിത്തം ഒത്തിരി വ്യക്തികൾക്ക് ഇടർച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതുകൊണ്ട് ആ പരിശുദ്ധാത്മാവിന്റെ സ്വഭാവത്തെ കുറിച്ചും കൂടെ പഠിച്ചിരിക്കേണ്ട ആവശ്യമാണ്. പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തും. പരിശുദ്ധാത്മാവ് സകല സത്യത്തിലേക്കും വഴി നടത്തും. പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ വരുമ്പോൾ യോഹന്നാൻ 14:26, അത് ആ പദം വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അവിടെയാണ് അഡ്വക്കേറ്റ് എന്നുള്ള പദം കൊടുത്തത്, കൗൺസിലർ എന്ന് കൊടുത്തിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ വരുമ്പോൾ, അപ്പം ഇതാണ് ശിഷ്യങ്ങള്. എന്നാൽ ദുരാത്മാവ് വരുമ്പോൾ ഈ പിശാച് പോകുമ്പോൾ, അങ്ങനെ പറയുന്നതിന്റെ കാരണം ഇതാണ്, സാത്താൻ പോയപ്പോ അവനെ തള്ളിയിട്ടു, അവൻ നുരച്ചും പതച്ചും ബഹളം ഉണ്ടാക്കി. വേറെ സ്ഥലത്ത് ഭൂതങ്ങൾ ഇറങ്ങിപ്പോയപ്പോ പന്നികളിലേക്ക് പോയി, അത് ഓടിപ്പോയി ചത്തു. മറ്റൊരുത്തൻ ഭൂതോപദ്രവം ഉണ്ടായിട്ട് ഇവനെ തള്ളിയിട്ടു, ഇവൻ വലിയ ശബ്ദത്തോടെയാണ് അത് പുറപ്പെട്ടു പോയത്. ഇങ്ങനെയൊക്കെ ഒത്തിരി ചേഷ്ടകളൊക്കെ, വികൃതമായ ചില ശൈലികളൊക്കെ അത് കാണിക്കുകയും ശരീരത്തെ ദണ്ഡിപ്പിക്കുകയൊക്കെ ചെയ്തതിനു ശേഷം പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും കാണുന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് പോകുന്നതിന്റെ കാരണം ദുഃഖത്തോടെയാണ് പോകുന്നത്. നമ്മൾ ദുഃഖത്തോടെ പോകുമ്പോൾ അങ്ങനെയാണല്ലോ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന് പറയുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവ് വരുമ്പോൾ എല്ലാവരും അറിയും, പരിശുദ്ധാത്മാവ് പോകുമ്പോൾ അറിയില്ല. ദുരാത്മാവ് വരുമ്പോൾ അറിയില്ല, പോകുമ്പോൾ എല്ലാവരും അറിയുന്നൊക്കെ പറയുന്നത് പ്രാസംഗികരുടെ ഒരു ശൈലി എന്ന് മാത്രമേ കണ്ടാൽ മതി. നിങ്ങൾ അതൊന്നും പ്രസംഗിക്കാനൊന്നും പോകരുത്. ആരെങ്കിലും ചോദിച്ചാൽ ഇതാണ് അതിന്റെ കാരണം. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി ഗൾഫില്. അവിടെ ചർച്ച ഉണ്ടായ ഒരു വലിയ ഇഷ്യൂ. ഒരു ചെറുപ്പക്കാരൻ പ്രാസംഗികനാണ്, പുള്ളി കയറി അങ്ങ് പ്രസംഗിച്ചു പോയി. പരിശുദ്ധാത്മാവ് വരുമ്പോൾ വയലന്റ് ആകും, പോകുമ്പോൾ സൈലന്റ് ആകും.
അത് ഒരു ചർച്ചിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. അപ്പം പുള്ളി ഉദ്ദേശിച്ചത് ഇതാണ്, സംഭവം ഇതാണ്. പക്ഷെ അത് വല്ലാത്ത പ്രശ്നം, സീരിയസ് ഇഷ്യൂ ആയി, മാസങ്ങളോളം ചർച്ചകളായി മാറിപ്പോയി. അപ്പൊ ഞാൻ വീണ്ടും ഈ വിഷയം ഒന്ന് വ്യക്തത വരുത്തേണ്ടി വന്നു. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊന്നും പ്രസംഗിക്കേണ്ട, അതിന്റെ വചനം പ്രസംഗിച്ചാൽ മതി, ഇല്ലാത്ത കാര്യം. ഓക്കെ. പക്ഷെ ഇത് ചോദിച്ചത് താങ്ക് യു, നല്ലൊരു ചോദ്യമാണ്. കാരണം നമുക്ക് പലർക്കും അതിനകത്ത് വ്യക്തത വരുത്താനായിട്ട് പറ്റും. ഓക്കെ. ഐക്യതയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഇനി യൂദായുടെ വിഷയത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. മറ്റൊന്ന് ഒരു കാര്യം ഇനി നമ്മൾ ചിന്തിക്കുന്നത് ആത്മനിയോഗം എന്ന് ഞാൻ പറഞ്ഞല്ലോ, സുവിശേഷ വേലയിലെ ആദിമസഭയിലെ ആത്മനിയോഗം. അപ്പം ആ വിഷയത്തിൽ നമ്മൾ വിജയിച്ചാൽ, അല്ലെങ്കിൽ അതിനകത്ത് വ്യക്തത വന്നാൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു വ്യക്തത വരാനായിട്ട് പറ്റും. ഒരു ഭാഗം ഞാൻ നമ്മൾ വായിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 8-ാം അധ്യായം 13-ാം വാക്യം ഒന്ന് വായിച്ചു. നിങ്ങൾക്ക് ഈ ശുശ്രൂഷയുടെ ആധികാരികതയ്ക്ക് അഭിഷേകം എത്രത്തോളം ആവശ്യമാണ് എന്ന് ഇവിടെ മനസ്സിലാവും. ശിമോൻ താനും വിശ്വസിച്ചു സ്നാനമേറ്റ് ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു. വലിയ വീര്യപ്രവൃത്തികളും അടയാളങ്ങളും നടക്കുന്നത് കണ്ട് ഭ്രമിച്ചു. അനന്തരം യെരൂശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമര്യർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ടു പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അന്ന് വരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനം ഏറ്റിരുന്നതേയുള്ളൂ. അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശിമോൻ കണ്ടാറെ അവർക്ക് ദ്രവ്യം കൊണ്ടുവന്നു. ഞാൻ ഒരുത്തന്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിക്കാൻ തക്കവണ്ണം ഈ അധികാരം എനിക്കും തരണം എന്ന് പറഞ്ഞു. പത്രോസ് അവനോട്, ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാം എന്ന് നീ നിരൂപിക്കൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായതുകൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയുമില്ല. നീ ഈ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാം. പക്ഷേ നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ചു കിട്ടുമായിരിക്കും. നീ കൈപ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അതിന് ശിമോൻ, നിങ്ങൾ പറഞ്ഞതൊന്നും എനിക്ക് ഭവിക്കാതിരിപ്പാൻ കർത്താവിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന് ഉത്തരം പറഞ്ഞു. ഓക്കെ, മതി. ഇവിടെ ഒരു ശുശ്രൂഷകൻ ഇത്തരം സാഹചര്യങ്ങൾ വന്നാൽ കപട വേഷം ധരിക്കുന്നവരെ പ്രത്യേകിച്ച് നിങ്ങളുടെ നാളെ ദൈവം നിങ്ങളെ ഭരമേൽപ്പിക്കാൻ പോകുന്ന കൂട്ടങ്ങളിൽ, സഭാമക്കളിൽ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായാൽ, പ്രത്യേകിച്ച് സഹശുശ്രൂഷകന്മാര് ഒരുപക്ഷെ ചേർന്ന് വന്നാൽ അവരിലുള്ള ആത്മാവ് ഏതാന്ന് തിരിച്ചറിയണം. അപ്പോ ഈ ശീമോൻ തനിക്ക് ദ്രവ്യം കൊണ്ടുവന്നു. ഞാൻ ഒരുത്തന്റെ മേൽ കൈവച്ചാൽ അവനും പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് ഈ അധികാരം എനിക്ക് തരണമെന്ന് പണം കൊണ്ടുവന്നു. അപ്പൊ ഉടനെ പത്രോസ് പറഞ്ഞു, നീ ഈ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം. നീ വഷളത്വം വിട്ട് മാനസാന്തരപ്പെടണം. ഈ പത്രോസ് ശരിക്കും വിവേചിച്ച് മനസ്സിലാക്കി ഇവനിലുള്ള ആത്മാവ് ഏതാണ്. ഇത് ദൈവമക്കൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിന് വിവിധ കൃപാവരങ്ങൾ തരുന്ന കൂട്ടത്തിൽ വിവേചന വരത്തിനു വേണ്ടി നിങ്ങൾ വളരെ പ്രാർത്ഥിക്കണം. ഓരോ ലീഡേഴ്സും വിവേചന വരമുള്ളവരായിരിക്കണം. ഒരിക്കലും നമ്മൾ വഞ്ചിക്കപ്പെടാൻ ഇടവരരുത്. സാത്താൻ വിതയ്ക്കുന്ന കളകൾ സഭകളിൽ വളരാൻ അനുവദിക്കരുത്. അത് വിതയ്ക്കുമ്പോ തന്നെ കള പറിച്ചു കളയാൻ എളുപ്പമാണ്. കള വളർന്നു കഴിഞ്ഞാൽ പിന്നെ പറിക്കാൻ പറ്റത്തില്ല. അതാണ് നമ്മൾ കളകളെ തിരിച്ചറിയുന്നത് വലുതായി കഴിയുമ്പോഴാണ്. അങ്ങനെയല്ല, ആരംഭത്തിലെ തിരിച്ചറിയണം. അതുകൊണ്ടാണ് ആത്മാവിനെ വിവേചന വരത്തിന് വേണ്ടി ചോദിക്കണം. അപ്പൊ പത്രോസ് അവൻ മാനസാന്തരപ്പെടാത്തവനാണെന്ന് മനസ്സിലാക്കി. വഷളത്വമാണ് ഈ ചെയ്യുന്നത്. നീ കൈപ്പുള്ള പകയിലും വഞ്ചനയിലും അകപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ അനന്യാസും സഫീറായും സഭയോട് വ്യാജം കാണിച്ചപ്പോ പത്രോസ് വിവേചിച്ചു. ഇതുപോലെയുള്ള വിവേചനത്തിന്റെ വരം ഒരു ലീഡർക്കുണ്ടെങ്കിൽ ഒരിക്കലും ദൈവസഭയെ തകർക്കാൻ സാത്താന് കഴിയത്തില്ല. സോ ആദിമസഭയിലെ ആത്മനിയോഗം എന്ന വിഷയം വളരെ പ്രാർത്ഥനാപൂർവ്വം നിങ്ങൾ പഠിക്കുക. ഇന്ന് തന്നെ ഇതിന്റെ നോട്ടുകൾ എഴുതി നല്ലൊരു നോട്ട് നിങ്ങൾ തയ്യാറാക്കി വെക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ എന്നോട് ചോദിക്കാം.
വരുന്ന ക്ലാസ്സിലും നമ്മൾ അത് തന്നെ ഈ വിഷയമാണ് തുടരുന്നത്, ആദിമസഭയിലെ ആത്മനിയോഗം. സോ നമ്മുടെ സമയം ആയതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ച് നിർത്താൻ പോവുകയാണ്. അപ്പം ഇവിടെ ഈ ഒരാൾ എന്ത് പറയുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ എന്ത് ശുശ്രൂഷ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് എനിക്കൊരു വ്യക്തത ഉണ്ടായിരിക്കണം. ഞാൻ ഇടപഴകുന്ന വ്യക്തികളിലുള്ള ആത്മാവേദാനെ തിരിച്ചറിയാൻ എനിക്ക് പറ്റിയാൽ അത് എന്റെ ശുശ്രൂഷയുടെ വിജയമാണത്. നിങ്ങളോട് ഇടപഴകുന്ന വ്യക്തികളെയും തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. ഇന്ന് ഒത്തിരി പേരുടെ ദുഃഖം നമുക്ക് എല്ലാം അറിയാൻ, ചതിക്കപ്പെട്ടു, വഞ്ചിക്കപ്പെട്ടു എന്ന് പരാതി പറയുന്ന എത്രയോ ദൈവമക്കളെ കാണാൻ പറ്റും. എത്ര ദൈവദാസന്മാർ ഇന്നും ദുഃഖിച്ചിരിക്കുന്നു. നികത്താൻ പറ്റാത്ത ഒരു നഷ്ടമുണ്ടായാൽ അത് നമ്മളെ ഒരുപാട് തളർത്തും. സോ വിവേചനവരത്തിന് വേണ്ടി ഇന്ന് രാത്രിയിൽ തന്നെ പ്രാർത്ഥിക്കണം. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കണം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി നാഥ നന്ദിയോട് സ്തോത്രം. വിതയ്ക്കപ്പെട്ട ദൈവവചനം കേട്ട എല്ലാ വ്യക്തികളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മ ശക്തിയോടെ വസിക്കുമാറാകട്ടെ. നാഥാ, ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ നാമം ചൊല്ലി അടിയൻ അനുഗ്രഹിക്കുന്നു. ആദിമസഭയും ആത്മനിയോഗവും എന്നതുപോലെ നാഥ, ഈ വരും കാലഘട്ടത്തിൽ അന്ത്യകാല ശുശ്രൂഷയ്ക്കായി അങ്ങയുടെ ആത്മാവിൽ ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ ശുശ്രൂഷകളെയും സഭകളെയും ആത്മനിയോഗത്താൽ തന്നെ മുന്നോട്ട് പോകട്ടെ കർത്താവ്. അതിനെതിരെയുള്ള ദുഷ്ട പദ്ധതികൾ വ്യർത്ഥമാകട്ടെ. ശത്രു വിതയ്ക്കുന്ന സകല കളകളെയും പ്രാരംഭത്തിലെ തിരിച്ചറിഞ്ഞ് നുള്ളിക്കളയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാവരുടെ മേലും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്റെ പിതാവായ ദൈവം പകരണമേ കർത്താവെ. വിവേചനവരം നൽകണമേ കർത്താവെ. ഐക്യതയുടെ ആത്മാവിനെ നൽകണമേ കർത്താവെ. അന്യഭാഷ വരെ ദൈവം നൽകണമേ കർത്താവെ. അങ്ങയുടെ നാമത്തിൽ സകല വ്യക്തികളെ, കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു കർത്താവ്. കർത്താവെ, അഭിഷേകത്തിന്റെ ശക്തിയാൽ ഇന്നലെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ കർത്താവെ പേരുകളല്ല, അഭിഷേകം ഞങ്ങളുടെ പേരിനെ മാറ്റുമല്ലോ. അഭിഷേകം ഞങ്ങളുടെ ഇന്നലത്തെ ചില ചരിത്രങ്ങളെ, ഞങ്ങളുടെ ദേശത്തെ ചില ചരിത്രങ്ങളുടെ, ഇന്നലത്തെ ചില പ്രവർത്തകർ ഉണ്ടാക്കിയിരിക്കുന്ന തടസ്സത്തിന്റെ ചരിത്രങ്ങളെ തുടച്ചു മാറ്റുവാൻ തക്കവണ്ണം അഭിഷേകത്തിന്റെ ആത്മാവിൽ അങ്ങയുടെ ദാസന്മാരെ എന്റെ കർത്താവായ ദൈവം നിറയ്ക്കുമാറാകണമേ അപ്പാ. അങ്ങയുടെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും കർത്താവേ. ഈ കാലഘട്ടത്തെ മുന്നോട്ട് നയിക്കുന്ന ശക്തരായി ഇവരെ ഓരോരുത്തരെയും വാർത്തെടുക്കണം. അങ്ങേക്ക് ബോധിച്ച പലരും ഇനിയും ക്ലാസ്സിൽ ചേരുവാൻ സ്വർഗം സഹായിക്കണമേ. ജോണി പാസ്റ്റർ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു, ദാസനെ ബലപ്പെടുത്തണം, ഏറ്റവും നല്ല നിലയിൽ കോർഡിനേറ്റ് ചെയ്യാൻ സഹായിക്കും. പങ്കെടുക്കുന്ന ഓരോ കുടുംബങ്ങളെയും അങ്ങയുടെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കും. അഭിഷേകത്താൽ നിറയ്ക്കണമേ, ധൈര്യത്തിന്റെ ആത്മാവലം നിറയ്ക്കണം. ഞങ്ങളുടെ ക്ലാസ്സിനെ അനുഗ്രഹിക്കുന്നു. അടുത്ത ആഴ്ച ഒരു തടസ്സം വരാതെ ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. അടിയനോട് ദയ തോന്നണം. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ദയ ഉണ്ടായി കേൾക്കണമേ സ്വർഗീയ പിതാവേ.